ചിക്കൻ കാഫ്രിയാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഗോവൻ ഡിഷാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കാഫ്രിയാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമാസിമോൻ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. കാഫ്രിയാൽ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ചിക്കൻ സ്കിന്നുള്ള ചിക്കനാണ്. ശരിക്കും ഒരു ബാബിക്യൂ ഒക്കെ ചെയ്താണ് യൂഷ്വലി എടുക്കാറ്. ബാബിക്യൂരാണ് ഏറ്റവും ബെസ്റ്റ്. അതിന് വേറെ നമുക്ക് തവയിലോ അവനകത്ത് വെച്ചോ ഒക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 5 പീസുണ്ട്. ഇപ്പം 3 ലെഗും 2 തൈസുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. മൊത്തത്തിൽ വെയ് ചെയ്താൽ ഒരു 650-700 ഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ ഇത് ആദ്യം ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ, ഒരു നാരങ്ങയുടെ നീര്, നാരങ്ങ നീരിന് പകരം വിനീഗർ ഉപയോഗിക്കാം. ടോഡി വിനീഗറോ സാറിന് ഗോവൻ വിനീഗർ, സാറിന് ടോഡി വിനീഗറാണ്. നന്നായിട്ടൊന്ന് റബ്ബിൻ ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു പ്രിപ്പറേഷൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും വിത്ത് ബോണാണ്. വിത്തൗട്ട് ബോൺ ഉപയോഗിക്കാം, ബോൺലെസ് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ബോണും സ്കിന്നും കൂടെ ഉള്ളതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷം ഇത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ കവർ ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമുക്ക് കഫ്രിയാൽ മസാല ഉണ്ടാക്കാം. മസാല എന്ന് പറയുന്നത് നല്ല ഗ്രീൻ മസാലയാണ്, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാല. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് മല്ലിയില, പുതിന വേണമെങ്കിൽ പുതിന ഉണ്ടെങ്കിൽ പുതിന ഇടാം, 1 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം, നിർബന്ധമില്ല. 1 ടേബിൾ സ്പൂൺ പെപ്പർ, ഒരു ചെറിയ കഷ്ണം സിനമൺ, 3 കാർഡമം, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നിടത്തും വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുകയാണ്. ഒരു 3 എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രീൻ കുരുമുളക് ഉപയോഗിക്കാം. ഉണങ്ങുന്നതിന് മുമ്പുള്ള പരുവത്തിൽ ഉപയോഗിക്കാം, നല്ല ടേസ്റ്റിയാണ്, അങ്ങനെ ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറോടെ ചേർക്കാം. ഞാൻ ഗോവൻ വിനീഗറാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോക്കനട്ട് വിനീഗർ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. സ്മൂത്ത് പേസ്റ്റായി. ഇനി നമുക്ക് ഈ ഒരു മാരിനേറ്റും കൂടെ നമ്മുടെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇറച്ചിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ടുണ്ട്. ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചേക്കായിരുന്നു. ഇനി നമുക്ക് അടുത്ത മാരിനേറ്റ് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ചേർത്തു. ഞാനിപ്പോൾ കുറച്ച് ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ശകലം ചേർക്കണം, 1/4 ടീസ്പൂൺ കൂടെ ചേർക്കാം. കൂടാതെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. നന്നായിട്ട് പുരട്ടി വെക്കുക. 2 സൈഡും, ചിക്കൻ്റെ 2 സൈഡും അരപ്പ് വരട്ടുക. ഈ ഒരു ഡിഷ് ശരിക്കും ഗോവയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് ഡിഷാണിത്. ഈ മാരിനേറ്റ് എല്ലാം തേച്ച് വീണ്ടും ഇത് കവർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് മിനിമം 1 മണിക്കൂർ വെക്കുക. സമയമുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുക, ഒരു രാത്രി മുഴുക്കെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം നമ്മൾ ചിക്കൻ കാഫ്രിയാൽ എപ്പോഴും സെർവ് ചെയ്യുന്നത് പൊട്ടറ്റോ വെഡ്ജസിൻ്റെ കൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ വെഡ്ജസോ അല്ലെങ്കിൽ ഫിംഗർ ചിപ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പൊട്ടറ്റോയുടെ കൂടെയാണ് എപ്പോഴും സെർവ് ചെയ്യാറ്. അപ്പോൾ പൊട്ടറ്റോ വറക്കാനായിട്ട് ആവശ്യമുള്ള എണ്ണ ചേർക്കാം. ഒത്തിരി ഡീപ്പ് ഫ്രൈങ് അല്ല, ഷാലോ ഫ്രൈങ് ആണ്, കുറച്ച് എണ്ണ മതി. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്.
പൊട്ടറ്റോ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് തൊലിയോടുകൂടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. തൊലി ഇഷ്ടമല്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക, പൊട്ടറ്റോ നന്നായിട്ട് ഉരച്ച് കഴുകുക, അതിൻ്റെ സ്കിൻ വൃത്തിയാക്കുക. അതിനുശേഷം ഇതിനെ ഒന്നെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഒന്നെങ്കിൽ 4 ആക്കാം, അല്ലെങ്കിൽ ഇതിനെ 8 ആക്കാം. എങ്ങനെയല്ല നമ്മുടെ ഇഷ്ടം പോലെ. ഞാൻ ഇപ്പോൾ 8 ആക്കുകയാണ്. അപ്പോൾ ചിക്കൻ റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്ക് പൊട്ടറ്റോ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് ഉപ്പ്, പൊട്ടറ്റോയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താലും മതി. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവണം, അതുവരെ ഫ്രൈ ചെയ്യാം. പൊട്ടറ്റോ എല്ലാം ബ്രൗൺ ആകുമ്പോൾ എടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള പൊട്ടറ്റോയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗ്രില്ലിംഗ് സ്റ്റൈലാണ്. ശരിക്കും ട്രഡീഷണലി ചെയ്യുന്നത് നമ്മൾ ഒരു ചിക്കനെ 2ആയിട്ട് കട്ട് ചെയ്ത് ഈ മാരിനേഷൻ പുരട്ടി ബാർബിക്യൂ അടുപ്പിൽ ഗ്രില്ല് ചെയ്താണ് എടുക്കാറ്. ഇത് പല രീതിയിൽ ഇപ്പം നമുക്ക് കിട്ടാറുണ്ട്, ഗ്രേവി ആയിട്ടൊക്കെ വരാറുണ്ട് കാഫ്രിയൽ. ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അധികം എണ്ണ ഇല്ലാണ്ട്, എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് എണ്ണ മാറ്റിയ ശേഷം ഗ്രില്ല് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അങ്ങനെ ചെയ്യുന്ന മെയിൻലി ചിക്കനെ ഒന്ന് സീൽ ചെയ്യുവാണ്. അപ്പോൾ ചിക്കൻ്റെ അകത്തുള്ള ജ്യൂസ് എല്ലാം ഇൻടാക്റ്റ് ആയിട്ടിരിക്കും, നല്ല ജ്യൂസി ആയിട്ടിരിക്കും മീറ്റ്. അതിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു ബ്രൗണിങ് ആവണം. അപ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതെടുക്കാം. ചിക്കൻ കുക്ക്ഡ് അല്ല, ജസ്റ്റ് ബ്രൗണിങ് ആയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള പീസ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്കിൻ ഉപയോഗിക്കുമ്പോൾ സ്കിന്ന് ഉരുകി കുറേ എണ്ണ ഉണ്ടാവും പാത്രത്തിൽ. അപ്പോൾ അത് വേണമെങ്കിൽ റിമൂവ് ചെയ്യുക, ഒത്തിരി ഫാറ്റ് ഇഷ്ടമല്ലെങ്കിൽ റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ ചിക്കനും ബ്രൗൺ ആയി. ഇനി ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ഇടാം. നമുക്കെല്ലാം കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള അരപ്പും കൂടെ ചേർക്കാം. മാരിനേഡ് ഇതിലേക്ക് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. എരിവ് ഇത്രയും വേണ്ടാത്തവർക്ക് ഈ അരപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പാകത്തിനുള്ള എരിവ് വേണ്ടാത്തുള്ളൂ. നല്ലൊരു ബോയിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ച് സവോള ചേർത്തായിരുന്നല്ലോ മാരിനേഷനിൽ. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ അത് കരിയുവാണെങ്കിൽ ഒത്തിരി ബ്രൗൺ ആവാതെ നേരത്തെ കോരി മാറ്റിയാൽ മതി. ചിക്കൻ കോരുന്ന കൂടെ തന്നെ മാറ്റുക, അല്ലെങ്കിൽ ആ ഫ്ലേവർ മാറും. ഒത്തിരി കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും. അത് നേരത്തെ കോരി മാറ്റിയാൽ മതി. നേരത്തെ വെള്ളം എല്ലാം പറ്റി. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒത്തിരി നിന്നത് ഞാൻ കുറച്ച് റിമൂവ് ചെയ്തായിരുന്നു. സ്കിന്നുള്ള ചിക്കൻ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ഓയിൽ തെളിഞ്ഞ് വരും. അത് കുറച്ച് ഞാൻ റിമൂവ് ചെയ്തു.
ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്, കുറച്ച് പുളി കുറവാണ്. അപ്പോൾ ഇച്ചിരി ലൈം ഒഴിക്കാം, കുറച്ച് ഉപ്പും സ്പ്രിങ്കിൾ ചെയ്യാം. ഓഫ് ചെയ്യാം. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. പിന്നെ മസാലയും കൂടെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ കുറച്ച് പൊട്ടറ്റോ വെഡ്ജസോ അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈയോ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. കുറച്ച് അണിയൻ റിങ്സും കൂടെ ഒപ്പം സെർവ് ചെയ്യാം. നല്ല സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ കഫ്രിയാൽ റെഡിയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിരിക്കും എൻ്റെ മീറ്റ്. ഓവർ കുക്ക് ചെയ്യാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക, നല്ല പരുവത്തിനെടുക്കുക. അപ്പോൾ എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ പൊട്ടറ്റോ വെഡ്ജസിൻ്റെ കൂടെയും അണിയൻ റിങ്സിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു മീലായിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അതല്ല എങ്കിൽ ബ്രെഡിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.